ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലൊക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമുക്ക് കുടംപുളി ഇട്ട് വെച്ച ഒരു നല്ല അയലമീൻ കറി കണ്ടാലോ. അപ്പോൾ നോർമലായിട്ട് നമ്മൾ എല്ലാവരും വെക്കാറുണ്ട്, കുടംപുളി ഇട്ടിട്ടും വെക്കാറുണ്ട്, വാളംപുളി ഇട്ടിട്ടൊക്കെ നമ്മൾ അയലമീൻ കറി വെക്കാറുണ്ട്. അപ്പോൾ ഇത് നോർമൽ അല്ല കേട്ടോ, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുടംപുളി ഇട്ട അയലമീൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയലമീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് 4 നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അയില മീനിലോട്ട് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കുടംപുളി ഇട്ട് വെച്ച മീൻ കറിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുടംപുളി. ഇത് നമ്മൾ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം വേണ്ടത് ചെറിയുള്ളി. ഞാൻ സബോള എടുത്തിട്ടേ ഇല്ല, ഫുൾ ചെറിയുള്ളി മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം. പിന്നെ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കേട്ടോ. പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മളെടുത്ത കുടംപുളി ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പുളി മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ നീര് മാത്രം കൂടെ എടുത്തതാണ് ഈ കാണുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നന്നായി ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ പൊടിയൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞ മണം വരും. അപ്പോൾ പാൻ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു. അതിന് ശേഷം നമ്മൾ കടുക്, ഉലുവ, ചെറിയ ജീരകം, മുളക് പൊടി, പിന്നെ ഇത് കാന്താരി മുളകിൻ്റെ പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി കേട്ടോ. ഇത്രയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യണമെന്നില്ല, നമ്മളല്ലാതെ ഈ ചൂട്ടിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. കാരണം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞ പോലത്തെ മണം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഈ പൊടി വർഗ്ഗങ്ങളെല്ലാം ഇടുക. അതിനുശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ ഒരു കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇതാ കണ്ടോ. ഇനി ഇതിന് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുടംപുളി തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഇതാ കണ്ടില്ലേ, നമ്മൾ വറുത്ത് വെച്ച മസാലയെല്ലാം ഒന്ന് ചേർത്തു. എന്നിട്ട് നന്നായി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നോക്കിയാലോ. ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ വെക്കുക. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത് 4 ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മണമൊക്കെ നന്നായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ കുടംപുളിയും മസാലയും കൂടി മിക്സ് ചെയ്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ്ടോ, അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പുളിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നന്നായി പിടിച്ചിട്ട് നന്നായി ഒന്ന് തിള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇങ്ങനെ ഇടയിലിടയിൽ ഇളക്കി കൊടുക്കരുത്.
കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, സ്പെഷ്യൽ കുടംപുളി ഇട്ട് വെച്ച അയിലമീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക, അതിൽ പഞ്ചസാര ഇടുക കേട്ടോ. 1 സ്പൂൺ പഞ്ചസാര ഇടുക, 1 സ്പൂൺ പാൽ പൗഡറും ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ആ മിക്സ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ തിളക്കട്ടെ കേട്ടോ. അപ്പോൾ പാൽ പൗഡറും പഞ്ചസാരയും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സ്ചർ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫൈനലായിട്ട് വേണ്ടത് കാന്താരി മുളക് ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. ഞാനിവിടെ വിനീഗറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും വിനീഗറും കൂടി ഇട്ട് വെച്ചിട്ടുള്ള കാന്താരി മുളകാണ് കേട്ടോ ഇത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാന്താരി മുളകും ഈ മീനിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ കൂടി വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും കേട്ടോ കഴിക്കാനൊക്കെ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച അയിലമീൻ കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ കുടംപുളി ഇട്ട് വെച്ച അയിലമീൻ കറി നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ടേസ്റ്റ് നന്നായി ആഡ് ആവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ.